ബനൂ ഇസ്രായേലിനെ അല്ലാഹു ശിക്ഷിച്ചത് തിന്മ ചെയ്യുന്നവരുടെ കൂടെ ഇരുന്നതിന്റെ പേരിൽ. എങ്ങനെ തിന്മ ചെയ്യാം? ഉസ്താദ് പള്ളിയിൽ നിന്ന് വേണം അറിയാം, ഉസ്താദ് തിന്മക്കെതിരെ പറയാം. ഉസ്താദ് പറഞ്ഞ ആളുകൾ പള്ളിയിലുണ്ട്, ഓന്റെ കൂടെ പോയി ഉസ്താദ് ഭക്ഷണവും കഴിക്കുക. ഇത് അപകടകരമാണ്. ഞാൻ അതിനെ പേടിക്കുന്നു. നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം, ഞാൻ ഇവിടുന്ന് പോകാം, ഞാൻ മരിച്ചു പോകാം, എന്തും സംഭവിക്കാം. എനിക്കൊരു വിരോധമില്ല. എനിക്ക് മരിക്കുന്നതിന് വിരോധമില്ല, നിങ്ങളെന്നെ പറഞ്ഞേൽപ്പിക്കുന്നതിനും വിരോധമില്ല, നിങ്ങളെന്നെ കല്ലെടുത്ത് തരാനും വിരോധമില്ല, ഒന്നും വിരോധമില്ല. ഞാൻ പറയുന്നത് രണ്ടുപേരും നിങ്ങൾ കേൾക്കണം. സമാനതകളില്ലാത്ത തോന്നിവാസമാണ് കഴിഞ്ഞ ഒരു മാസം, മാർച്ച് മാസം ഉൾപ്പെടെയുള്ള സമയത്ത് നടന്നത്. കേരളത്തിലെ പ്രമുഖരായ സിനിമാ നടികന്മാരെ പോലും കൊണ്ടുവന്ന്, വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെ പോലും വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഒരു സമാനതയില്ലാത്ത തോന്നിവാസം നടത്തി. ഈ കൂട്ടത്തിലുണ്ടാവും ആളുകൾ. ഒരു വീട്ടിൽ ടിക്കറ്റ് കൊടുത്തു, ഒരു വീട്ടിൽ കാവലിൽ നിന്നു, ഒരു വീട്ടിൽ പൈസ എണ്ണി, ഒരു വീട്ടിൽ കണക്കെഴുതി, ഒരു വീട്ടിൽ അത് ആസൂത്രണം ചെയ്തു, ഒരു വീട്ടിൽ ഫോട്ടോഗ്രാഫറായി, പല 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 പങ്ക് ഇവിടക്കിയിരിക്കുന്ന നമുക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഇനി നമ്മൾ 27 അതിന് തൗബ ചെയ്യാമെന്നത് അല്ലേ? തൗബയല്ലപ്പോ നമ്മള് തൗബയുടെ ശബ്ദം എന്താ പറഞ്ഞാൽ ചെയ്തത് തെറ്റാണെന്ന് തോന്നാം. 1 2 മറന്നുപോയോ? 2 എന്താ? ചെയ്യുക, തെറ്റ് നിർത്തിയിട്ട് വരണം, അവസാനിപ്പിച്ചിട്ട് വരണം. 3 ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കണം. അതുകൊണ്ട് അടുത്ത കൊല്ലം കളി ഉണ്ടാവുമ്പോ ഞാനും ഉണ്ടാവും മുന്നിൽ എന്നൊരാൾ വിചാരിച്ചിട്ട് ഇവിടെ കുത്തിരിക്കാൻ നിങ്ങൾ വെറുതെ വണ്ടി വിട്ടോളേ. വെറുതെ നേരം കളയണ്ട. എനിക്ക് നിങ്ങൾ ആരെയും ചെലവില്ല, ഉറപ്പാ. ഞാൻ ഇന്നും ഒരാളോട് പറഞ്ഞു, നിങ്ങൾ ആരും നമുക്ക് സക്കാത്ത് തരുന്നില്ല. ഇപ്പൊ നിങ്ങളോട് പറയും, നിങ്ങൾ ആരെയും സക്കാത്ത് എനിക്ക് ആവശ്യമില്ല. അത് സദക്കയോ ഹദിയോ തരുന്നുണ്ട്, തന്നോട് ഒരു നിർബന്ധവുമില്ല. എനിക്ക് ജീവിക്കാൻ അത്യാവശ്യം ഞാൻ ജോലി ചെയ്യാറുണ്ട്, ഞാൻ പല ട്രെയിനിങ്ങിന് പോകാറുണ്ട്, പല ക്ലാസ്സിനും പോകാറുണ്ട്. ഇന്നലെ ഞാനൊരു ക്ലാസ്സിന് എനിക്ക് 5000 രൂപ കിട്ടി. ഒരാളെ തന്ന് ഒരു 2 മണിക്കൂർ പ്രസംഗം നടത്തി 5000 രൂപ തന്നു. അങ്ങനെ പല പരിപാടിക്ക് ഞാൻ പോകാറുണ്ട്, എനിക്ക് പൈസയും കിട്ടാറുണ്ട്. നിങ്ങൾ ആരെയും ഔദാര്യം ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, എനിക്ക് വേണ്ട. വീട് പണി നടക്കുമ്പോ ഞാൻ പരസ്യമായിട്ടൊരു സത്യം പറയാം. എന്റെ വീട് പണി നടക്കുമ്പോ, ഞാൻ ആരാധന മനസ്സിലാണല്ലോ, എന്റെ വീട് പണി നടക്കുമ്പോ ഒരാൾ എന്റെ വീട്ടിൽ വന്നു, കൊടുവള്ളിയിലുള്ള ആളൊന്നും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങള് വീട് പണി നടത്തി വേഗം പൂർത്തിയാക്കിക്കോളെ, 10 ലക്ഷം രൂപ ഞാൻ തരാം. കൊടുവള്ളിയില്ല നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ കൂടുതലൊക്കെ നടത്തുമ്പോ കൊടുവള്ളിക്കാരെ നിങ്ങൾക്ക് പൈസ കൊണ്ട് തരും. അപ്പൊ നിങ്ങൾ 10 ലക്ഷം അതിനുള്ള അപ്പുറം പൈസ കിട്ടും. നിങ്ങൾ എന്നിട്ട് എനിക്ക് പൈസ തന്നാ മതി. ഒരാൾ ഇവിടുന്ന് ഒരാൾ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വന്ന് ഒരു റമദാൻ മാസം പറഞ്ഞ, ഞാൻ അയാളോട് പറഞ്ഞു, നോ താങ്ക്സ്. നിങ്ങളെ പൈസ, ആ സന്മനസ്സിന് സന്തോഷം, ആ സന്മനസ് കാണിച്ചതിന്, എന്നോട് സ്നേഹിച്ചതിന് എനിക്കിഷ്ടം. പക്ഷെ നിങ്ങളെ പൈസ എനിക്ക് വേണ്ട. കാരണം ആ പൈസ ഞാൻ വാങ്ങി എന്റെ വീട് പണി എടുപ്പിച്ചാൽ, ഞാൻ നാളെ മറ്റന്നാൾ മരിച്ചു പോയാൽ അത് കടം വീട്ടാനുള്ള കരുത്തുള്ള മക്കളോ കുടുംബക്കാരോ എനിക്കില്ല. ഒരപ്പണി തീരുമ്പോ തീർന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആളാണ് ഞാൻ എപ്പോഴും. ആ മനസ്സിനെ എപ്പോഴും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തൗബയുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതിനപ്പുറത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ റമദാനാകും കൊടുവള്ളിയില്. അത് പറയുന്നതിന് എനിക്ക് ഒരു വിരോധമില്ല. ഞാൻ ഇവിടെ തന്നെ മരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഇവിടെ ജീവിക്കുന്നത്. കൊടുവള്ളിയിൽ മരണം വരെ കൊടുവള്ളിയിൽ പള്ളിയിൽ ഇല്ല. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ മിമ്പറിൽ ആളുകൾ വരികയും ഒത്തുപോകുകയും പ്രസംഗിക്കുകയും ഇമാമത്ത് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മരിച്ചു പോയാലും, എന്നെ നിങ്ങൾ പുറത്താക്കിയാലും, ഞാൻ സ്വമേധയാ ഒഴിഞ്ഞു പോയാലും 3 സാധ്യതയാണുള്ളത്. ഒന്ന്, ഞാൻ മരിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം, അയാൾ ശരിയാവില്ല ഇനി എന്ന് പറഞ്ഞാൽ അയാൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ശരിയാവില്ല എന്ന് ഞാൻ പോകാം. 3 ഓപ്ഷനാണ്. ഈ 3 സംഭവിച്ചാലും ശരി, നാളെ വെള്ളിയാഴ്ചയാണ്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയാലും വെള്ളിയാഴ്ച നാളെ ഇവിടെ സമയത്തിന് ഒത്തു നടക്കൂലേ? നടക്കൂ, ഒരു സംശയം എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ
ഇവിടെ ലഹളുണ്ടാവും, ബഹളുണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു നിർബന്ധം, പേടിയുണ്ട്. ഞാനിപ്പോഴും വിറക്കുന്നുണ്ട്. എന്തിനെന്നറിയോ? അതൊരു പേടിയുണ്ട്. തിന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെ നടക്കാൻ കൊണ്ടാവില്ല. അത് നിർബന്ധം. ഞാൻ ഈ ദിവസത്തെ കാത്തുന്നൊരു ദിവസമാണ്. ഇതിവിടെ വെച്ച് പറയണേ, കുറെ ആളുള്ളപ്പോഴാണ് അത് പറയേണ്ടത്. അല്ല 4 ആളെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തിന്മ തടയാൻ പറ്റുന്നവർ തടയൂ. എനിക്കാവൂല. നിങ്ങളാണ് അതിന് ടിക്കറ്റ് മുറിച്ചു കൊടുത്ത് ആരവുണ്ടാക്കിയ ആളുകൾ. ഇവിടെ കുത്തിരിക്കുന്ന മഹാഭൂരിപക്ഷം അതിലുണ്ടാവും. 90% ആളുകളും അങ്ങോട്ട് പോയവരായിരിക്കും. ഞാനും ഒരു ഈസിയും ഒരു അലിയാജിയും 1-2 ആൾക്കാർ മാത്രമേ പോകാത്തുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. ബാക്കി ഏറെക്കുറെ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബഷീർ റഹ്മാന്റെ ആളായി വന്ന് എന്റെ ബാക്കിൽ നിൽക്കുന്നോണ്ട് ഒരു താല്പര്യം എനിക്കില്ല. നിങ്ങൾക്ക് എന്നോ ഓടിക്കാം, ഇപ്പൊ തന്നെ വിടാം, നാളെ ജുമാ പുതിയ ആളെ നിർത്താം, എന്തും ചെയ്യാം. നോ കോംപ്രമൈസ്. ആ വിഷയത്തിൽ എനിക്കൊരു ബേജാറില്ല. ഇവിടുന്ന് സക്കാത്ത് പൈസ കിട്ടിയിട്ട് വേണം പേർക്ക് മേലെ ഉണ്ടാക്കാനെന്നോ, അല്ലെങ്കിൽ ഇവിടുന്ന് പൈസ കിട്ടിയിട്ട് വേണം പുതിയ കാറ് വാങ്ങാനെന്നോ ഒരു മോഹം കൊണ്ട് ഞാൻ ജീവിച്ചിട്ടേ ഇല്ല. ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇവിടെ അല്ലെങ്കിൽ എനിക്ക് വേറെ അടുത്ത് മൈസത്ത് ഉണ്ടാവുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുവഴിയല്ല എങ്കിൽ വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മൈസത്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അങ്ങനെ ഒരു മൈസത്ത് ഇല്ല എങ്കിൽ ഞാൻ എന്തിനും റെഡിയാണ്. ഇങ്ങനെ പറയാനോ ഇങ്ങനെ ചെയ്യാനോ ഒരു സ്ഥലത്ത് പറ്റൂല എങ്കിൽ വേണ്ട കൈക്കോട്ട് കൊത്താനോ, അല്ലെങ്കിൽ എനിക്ക് നന്നായി റബ്ബർ വെട്ടാൻ അറിയാം. എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ച തൊഴിലല്ല, റബ്ബർ ടാപ്പിംഗ് അറിയാം. തിരുവമ്പാടിയിലൊക്കെ ഇപ്പൊ റബ്ബർ ടാപ്പിങ്ങിന് ആളില്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടങ്ങ് പോകും. എന്നാലും നിങ്ങളെ പറയാൻ ഞാൻ നിൽക്കൂല. വല്ലാഹി ഞാൻ നിൽക്കൂല. അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ, ഇവിടേക്ക് തൗബ ചെയ്യാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഇനി മേലെ ആ തോന്നിവാസത്തിന് ഞാൻ ഇല്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഞാനല്ല സ്വർഗത്തിന്റെ ആള്. ഞാൻ നിങ്ങളൊക്കെ ഞാൻ മുമ്പിൽ നിൽക്കാറുണ്ടെന്ന് മാത്രം. നിങ്ങൾ എന്നെ എന്തിയാൽ ഞാൻ കുറച്ച് ബാക്കോട്ടാകുമ്പോൾ വേറൊരാൾ കയറിയിരിക്കും. അപ്പൊ ഞാൻ ബാക്കിലാവും. അപ്പൊ ഞാൻ നിങ്ങൾ ഒന്നുകൂടി ശരിയായി, ഒന്നുകൂടി സമമായി. വേറൊരു വ്യത്യാസവും ഞാൻ എന്നിൽ കാണുന്നേ ഇല്ല. അതുകൊണ്ട് അടുത്ത വർഷവും മാമാങ്കം ഉണ്ടാവുമ്പോ ഞങ്ങളൊക്കെ ടിക്കറ്റ് മുറിക്കാനും വളണ്ടിയർ ആകാനും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഇവിടെ കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ നേരം കളയണ്ട എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് പറ്റിയ സദസ്സല്ല ഇത്. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് അടുത്ത പരിപാടി വരുന്നുണ്ട്, അതിനും കൂടുതലാണ് നല്ലത്. ഞാൻ പുതിയത് വരുന്നുണ്ടല്ലോ അവിടെ പോയി സംഘാടകരായിക്കോളെ. നിങ്ങൾ അവിടെ പോയി ടിക്കറ്റ് മുറിക്കാനും അവിടെ വരി നിർത്താനും പിരിച്ചുവിടാനും അവിടെ പോയി സംഘടിപ്പിച്ചോളെ. അതാണ് കുറച്ചുകൂടി നന്നാവുക. ഇവിടെ വന്ന് വെറുതെ നേരം കളയരുത്. ഇവിടെ മീൻസ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വന്ന് നിങ്ങൾ നേരം കളയുന്നത് ഒരു ഹൈറുമില്ല, ഒരു ഹൈറുമില്ല. ഒരാൾ ചെയ്യുന്ന തിന്മ നോക്കിയിട്ട് അയാളെക്കാൾ ബെറ്റർ ഞാൻ ഓൻ ചെയ്യുന്ന തോന്നിയാസം ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഞാൻ വേറെ തോന്നിയാസം ചെയ്യുന്നത് ഇത് പറയാം. ഞാൻ എന്നെക്കാൾ വേറെ തോന്നിയാസം ഞാൻ വേറെ ചെയ്യുന്നത്, ഓന്റെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് വലിപ്പം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും സമമായി ജീവിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇതിന് ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. ഞാനത് അതിൽ അവസാനിപ്പിക്കുകയാണ്. തൗബ ചെയ്യാൻ വന്ന നമ്മൾ ഇതും കൂടി മനസ്സിൽ കരുതുക. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ കണിശമായി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് എന്നെ ചെയ്യും. അതിലെനിക്ക് ഒരു ബേജാറുമില്ല. അതിന്റെ സ്റ്റെപ്പ് ഞാൻ ആ ദിവസത്തെ മാത്രം ഞാൻ കാത്തിരിക്കുന്നു എന്ന് മാത്രം. അതെന്നായിരിക്കും സംഭവിക്കുക? അത് പല ദിവസവും ഇന്നും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ മക്കളോട്, ഭാര്യയോട്, 2 മക്കളോട് വന്നിട്ടുണ്ട്. ഞാനിത് അവരെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവരോട് നിങ്ങൾ വിളിച്ചു വരുത്തിയത്. ഞാൻ ആരാണ്, ഞാൻ ഗുളവിളിയിൽ ആരാണ്, എന്താ വാപ്പ ചെയ്യാറുള്ളത് എന്ന് മക്കളെ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് 11 വയസ്സും 19 വയസ്സുള്ള എന്റെ 2 ആൺമക്കളോട് ഞാൻ പറഞ്ഞു, നോമ്പ് തുറന്നിട്ട് സൈക്കിൾ എടുത്ത് ഇങ്ങോട്ട് പോവാ, പള്ളിയിലേക്ക് ഇവിടെ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ചോറൊക്കെ ഉണ്ടാവും, അവ വാങ്ങി നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് പോലെ ഞാൻ വിളിച്ചു വരുത്തിയത് ഇത് അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും അല്ലാഹുവിനെ വിചാരിച്ചിട്ട് ഇന്ന് 27 ഇവിടെ കുത്തിയിരുന്നിട്ട് ഇങ്ങോട്ട് വാരിക്കൂട്ടി സ്വർഗം വാങ്ങാമെന്ന് ആരും വിചാരിക്കണ്ട. എനിക്കങ്ങനെ തോന്നുന്നില്ല. എങ്ങനെ ഇന്ന് ഇവിടെ ഇങ്ങോട്ട് കുത്തി എന്ത് തോന്നിയാസവും നമുക്ക് നോമ്പരെ ചെയ്യാം. ഏത് തോന്നിവാസത്തിനും നേതൃത്വം വാങ്ങാം. എന്തിനും ഞാൻ കൂട്ടുപിടിക്കും. എന്നിട്ട് 27 രാവിലെ ബഷീർ റഹ്മാന്റെ കൂടെ അല്ലെങ്കിൽ കാട്ടുപള്ളിയിൽ പരിപാടി ഉണ്ടാവും. അന്ന് നമുക്കവിടെ കെട്ടിട്ടാളാം. അങ്ങനെ ഒരു കഴികൾ ഞാൻ പഠിച്ചിട്ടില്ല.
അങ്ങനെ ഒരു തൗബ ഇല്ല. അതുകൊണ്ട് അടുത്ത മാമാങ്കത്തിനും അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ ഒഴിവാക്കൂല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മരുമസ്രായി പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബിയോട് ആ തലമുറ പറഞ്ഞിട്ടുണ്ട്, ഹബീബ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല മുഹമ്മദേ, പലരും കുറെയൊക്കെ ഞങ്ങൾ ഒരുപാട് പടച്ചോന്മാരെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളെ പ്രശ്നം തീരില്ല. ഇപ്പൊ പറയുന്ന ഒരു പടച്ചോനെ വിളിക്കണം, പിന്നെ ഞങ്ങളെ പ്രശ്നം തീരില്ല. ഒരുപാട് പടച്ചോനെ വിളിച്ചിട്ട് ഞങ്ങളെ പ്രശ്നം തീർന്നിട്ടില്ല. നീ ഇപ്പൊ പരിചയപ്പെടുത്തുന്നു ഒരു പടച്ചോനെ വിളിക്കണമെന്ന, അത് തീരൂല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത കൊല്ലവും മാമാങ്കം നടത്താനും അങ്ങനെ കൂടാനും ഒറ്റ പ്രതിഷേധമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ പള്ളി കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെ പള്ളിയുമായുള്ള പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ എന്നോട് ഉൾക്കൊള്ളാൻ പറയാം. നിങ്ങൾ പള്ളി കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക, അതിലൂട്ട് നടത്തിക്കോട്ടെ. നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ നിർത്താൻ ഞാൻ ആരുമല്ല, പള്ളിയിൽ പറയേണ്ടതില്ല. എന്റെ പ്രശ്നം നിങ്ങൾ തന്നെയാണ് പള്ളി കമ്മിറ്റി, നിങ്ങൾ തന്നെയാണ് തോന്നിവാസ കമ്മിറ്റി എന്നുള്ളതാണ് പ്രശ്നം. അതിനെന്നെ കിട്ടില്ല. അടുത്ത വർഷം ആ മാമാങ്കം ഇതുപോലെ നടക്കുകയാണെങ്കിൽ പിറ്റേന്ന് മുതൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. നോ കോംപ്രമൈസ്. അതിൽ ഞാൻ എന്നും വിചാരിക്കുന്നു എന്തെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. ഒരു പള്ളി 18 20 എന്ന് വിചാരിക്കുമ്പോ ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ എന്ന് ഞാനും വിചാരിക്കും. ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ എന്നെ പുറത്താക്കും. മൂന്നാലൊന്ന് സംഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ ദിവസം ഞാൻ കാത്തിരിക്കുന്നു. ആ ദിവസത്തെ ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ എന്നോട് ഒന്നും സങ്കടം വിചാരിക്കരുത്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോടുണ്ട്, ഇയാൾ പോയാൽ നന്നായി വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും സുഖമായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഇത് എന്റെ നിർബന്ധമാണ്. എന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളോട് കൂടിയായി പറയുന്നത്. അവർക്ക് വഴി സദസ്സിലുണ്ടാവും. എല്ലാരോടും കൂടിയാ പറയുന്നത്. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു വിരോധമില്ല. ശരിക്കും എന്നോട് പേടിയുണ്ട്. ഈ ഓലെ സക്കാത്ത പൈസ കണ്ട്, ഓലെ ഹത്യയും കണ്ട്, ഈ കൊടുവഴി തന്നെ കൂടിയില്ലേ, എല്ലാ തോന്നിയാസത്തിലും പങ്കെടുത്തൂലേ എന്ന ചോദ്യത്തെ ഞാൻ ഭയപ്പെടുന്നു. ആ ചോദ്യത്തെ ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുടിയും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളെ സമ്പത്തും വേണ്ട, നിങ്ങളെ ശമ്പളവും വേണ്ട, ഒന്നും എനിക്ക് ആവശ്യമല്ല. ഇനിയും ഇതേപോലെ പോകാനാണെങ്കിൽ ഇതെന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ഇതെന്റെ അവസാനത്തെ റമദാൻ, ഇതെന്റെ ജീവിതത്തിൽ തന്നെ ഒരു പക്ഷേ ഇങ്ങനത്തെ പരിപാടി അവസാനത്തെ പരിപാടി. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഈ ചെയ്തതിനെ മുൻനിർത്തി അള്ളാഹുവിനോട് പറയും, പഠിച്ചവനെ ഞാൻ ചെയ്തതിൽ എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്നെ മാത്രം. നിന്റെ ദീൻ ആവുന്നത് പറയണം, ആവുന്ന കാലത്തോളം പറയണം. എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ നിന്നില്ല. ഇതുപോലെ പറയുന്ന ഒരു ഉസ്താദ് ഇനിയുള്ള കാലത്ത് 2025 പോയാൽ പിന്നെ വരുന്ന ആളുകളെ നിങ്ങൾ മൂക്കുകയറിട്ട് നിയന്ത്രിക്കും. എനിക്ക് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഇനി വരുന്ന ആള് നമ്മളെ പുറത്ത് കയറാൻ പാടില്ല. അതുകൊണ്ട് അയാൾക്ക് ഇന്ന നിബന്ധന എഴുതി ഒപ്പിട്ട് ആ സാധുവിനെ നിങ്ങൾ നിങ്ങളുടെ കാലിന്റെ ചോട്ടിലാക്കും. അതും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഉറപ്പ്, എനിക്ക് ഉറപ്പ്, 100% ഉറപ്പാണ്. ഇവിടുന്ന് ഞാനങ്ങ് പോയാൽ നിങ്ങൾ ആളെ നിർത്തും, ഉറപ്പാണ്. ആ ആളെ നിങ്ങൾ നിങ്ങളുടെ കാലിനടിയിൽ ചവിട്ടി നിർത്തും. എന്നിട്ട് നിങ്ങളെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്തുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുപോയി യാമത്തെ നാളെ വരെ പണി നടക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. നിങ്ങളെ അല്ല, ഹബീബിനെ എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിന്ന നൃത്തത്തെ വല്ലാതെ പേടിക്കുന്നു ഞാൻ. ഇതിന് ഞാനില്ല. നിങ്ങളുടെ തോന്നിവാസത്തിന് ഞാൻ നിങ്ങളെ കാണുമ്പോൾ സലാം പറയാ, നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരിക, എന്നിട്ട് നിങ്ങളെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കുക. റഹ്മാനി അവിടെ വന്നിട്ടുണ്ടല്ലോ, മൂപ്പര് പ്രസംഗിക്കുന്ന പ്രശ്നമൊന്നും ഇല്ലട്ടോ. ഒരു പ്രസംഗിക്കുമ്പോൾ മാറ്റർ എന്നോട് പറയുന്നേ ഉള്ളൂ, അല്ലാതെ അതിന് അപ്പുറത്തൊക്കെ ഒന്നും മൂപ്പർക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ വർഷം നിങ്ങൾക്ക് കാണാൻ. ഇനി വേറെ കാര്യം ഞാൻ പറയാം, അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ബാക്കി ഈ പറയേണ്ടതല്ല, ഞാൻ ചെയ്ത് കാണിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കൊക്കെ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. എങ്കിലും മരണത്തെ നമ്മളെ പറഞ്ഞല്ലോ, കൂടുതൽ ജീവിക്കണമെന്നോ കൂടുതലാകണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്തവരാണോ. എത്രയും പെട്ടെന്ന് എനിക്ക് ഒരു ചാൻസ് കിട്ടുമെങ്കിൽ ഞാൻ പോരട്ടെ എന്ന് ചോദിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എനിക്ക് ആകെ ആശങ്കയുള്ളത് 6 വയസ്സുള്ള ഒരു മോനുണ്ട് എന്നുള്ളത് മാത്രം. അതില്ല എങ്കിൽ ഞാൻ എന്നോ റെഡിയാണ്. പഠിച്ചോനെ ഇപ്പൊ മുബാഹന നടത്താൻ. കാരണം അങ്ങനത്തെ ലോകത്താണ് ജീവിക്കുന്നത്. ഈ വേഷമിട്ട് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റാത്ത കാലമായി തുടങ്ങിയിരിക്കുന്നു. ഇനി ഏറ്റവും നല്ലത് എന്റെ വാപ്പയ്ക്ക് എടുത്ത പണിയാണ് നല്ലത്. ഈ പണിയേക്കാൾ നല്ലത് അങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുക, കൂലിപ്പണിക്ക് പോവുക. ഇന്ന് ആരോടും ഒന്നുമില്ലല്ലോ, അവനാൻ അറിയുന്ന കാര്യം
അല്ലെങ്കിൽ പള്ളിന്റെ മൂല കുത്തിരുന്ന് ചെയ്ത് അങ്ങനെ കടം വഴിയില്ലാതെ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്ന് തോന്നുന്ന കാലം എനിക്ക് കുറച്ചു കാലമായി ഗൗരവമായി തോന്നിയിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനത്തെ ഒരാളിവിടെ വന്നു പോയിരുന്നു, അയാൾ ഭ്രാന്തനായിരുന്നു, അയാൾക്ക് നല്ല സുഖമില്ലായിരുന്നു, അയാൾ ഒരു ലെവലിലാണ് പറയുന്നതായിരുന്നു, എന്തും നിങ്ങൾക്ക് പറയാം. പക്ഷേ 27-ാം രാവാൻ സാധ്യതയുള്ള ഈ രാത്രിയിൽ പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉണ്ട്, ഞാൻ ഇവിടുന്ന് പോയാൽ നിങ്ങൾ എന്റെ പേരിൽ അടികൂടാൻ പറ്റില്ല. നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പരസ്പരം ചണ്ട കൂടാനോ നിങ്ങളാണ് അയാളെ പറഞ്ഞത് പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനോ നിങ്ങൾ അടി കൂടാനോ ഒന്നും പാടില്ല. അത് എനിക്ക് ഇഷ്ടമേ അല്ല. അതിനല്ല ഞാൻ പോകുന്നത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും ഞാൻ പോകുന്നത്. അല്ലാതെ നിങ്ങളെ രണ്ടാക്കാനോ നിങ്ങളെ മൂന്നാക്കാനോ നിങ്ങളെ തട്ടിലാക്കിയിട്ട് കല്ലിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ പോകുന്നതുണ്ടാവുക. അത് എന്റെ നന്മക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഓടി എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കണം. അത് എന്റെ തോറ്റോടലെന്നോ എന്റെ പിന്തിരിഞ്ഞോടലെന്നോ എന്നും നിങ്ങൾക്ക് അർത്ഥം കൂട്ടാം. അതിനൊന്നും എനിക്ക് വിരോധമല്ല. ഞാൻ പറഞ്ഞത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി പറയാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും. പിന്നെ വേറൊരു സംഗതി ഉള്ളത്, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും തിരിഞ്ഞു നടക്കാൻ ഞാൻ തയ്യാറാവില്ല. അങ്ങനെ വിചാരിക്കുക.